ഫുഡിന്റെ നടുക്കാണ് ജീവിക്കുന്നത് ഇപ്പോൾ. ഇത്രയും കാലയളവിലേ മനസ്സ് നിറച്ചൊരു ഭക്ഷണം ടേസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മയിൽ വരുന്ന രുചി എന്താ? അത് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പരിപ്പ് കറി. പരിപ്പ് കറിയാ? അതെന്നു വെച്ചാൽ എന്നെ 365 ദിവസവും പരിപ്പ് എന്ന് പറയുന്ന ഒരു കറി എനിക്ക് ഉണ്ടാക്കി തന്നാൽ എനിക്ക് വേറെ ഒരു കറി ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും അധികം വെച്ചിട്ടുള്ള കറി ഏതാണെന്ന് ചോദിച്ചാൽ അത് പരിപ്പാണ്. കാരണം ഞങ്ങൾക്ക് എന്താ പറയുക, ഓണം വരണം പപ്പടം കാച്ചണമെങ്കിൽ, ഒരു ഇറച്ചി കഴിക്കാൻ പറ്റണമെങ്കിൽ ഞങ്ങൾക്ക് അത്രയും വലിയ എന്തെങ്കിലും ഒരു സംഭവം ഞങ്ങളുടെ വീട്ടിൽ വലിയ സംഭവിക്കണം. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മ കറി വെച്ചിട്ട്, അന്ന് പരിപ്പിനൊന്നും ഇന്നത്തെ വിലയില്ല, അന്ന് ഏറ്റവും കൂടുതൽ മേടിച്ച് എൻ്റെ അമ്മ, കാരണം വെച്ചാൽ രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേന് എൻ്റെ അമ്മ പണിക്ക് പോകും, വൈകുന്നേരമായി കയറി വരും. അപ്പോൾ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറി പരിപ്പാണ്. അങ്ങനെ പല കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാദിഷ്ടമായിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളത് പരിപ്പാണ്. ഇന്നും എന്നോടൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പരിപ്പ് തന്നെയാണ് എൻ്റെ പ്രിയം. എൻ്റെ അമ്മ ആ ഒരു 6 മണി സമയത്ത് ഒരു ചെറിയ കിണ്ണമായിട്ട് എൻ്റെ വീടിൻ്റെ അയലോക്കത്ത് പോകും. ഇന്നൊന്നും അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിത സാഹചര്യം ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അയലോക്കത്ത് വീട്ടിൽ പോയി പറയും, അടുത്ത ആഴ്ച റേഷൻ കിട്ടുമ്പോൾ തിരിച്ചു തരാം, ഞങ്ങൾക്ക് 1 ഗ്ലാസ് അരി തരണം ഇന്ന് കഞ്ഞി വെക്കാൻ എന്നും പറഞ്ഞ് എൻ്റെ അമ്മ പോയിട്ട് തിരിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ 1 ഗ്ലാസ് ഈ റേഷൻ അരിയുടെ കൂടെ ഈ പരിപ്പ് ഒഴിച്ച് കഴിക്കുന്ന അത്രയും രുചി എനിക്ക് ഒരു ഫുഡിനും ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല. എന്നെ ഒരു ഫുഡിനോട്ട്